ഹായ്, ഞാൻ ഡയറ്റീഷ്യൻ രേഷ്മ. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഡയറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഏകദേശം 1.5 മാസത്തോളമായിട്ട് വെയിറ്റ് ലോസ് ജേണിയിലാണ്. പക്ഷേ ഡെലിവറി കഴിഞ്ഞിട്ടൊരു 4 മാസം ആകാറായപ്പം ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്തു. നോർമലി നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു 6 മാസത്തിന് ശേഷമായിരിക്കും നമ്മളൊന്ന് വെയിറ്റ് ലോസ് പറയുന്നത്. അതുവരെ കാരണം ഫീഡ് ചെയ്യുന്നതായതുകൊണ്ട് നമ്മളൊരിക്കലും വെയിറ്റ് ലോസ് നമ്മൾ പ്രിഫർ ചെയ്യില്ല. പക്ഷേ ഞാനൊരു 4 മാസമൊക്കെ ആയപ്പം വെയിറ്റ് ലോസ് ജേണി ചെയ്തു. പക്ഷേ ഞാൻ അതിൽ കൂടുതലും ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു പ്രഗ്നൻസിയുടെ ഒരു ലാസ്റ്റ് ടൈമൊക്കെ ആയി കഴിഞ്ഞപ്പം ഞാൻ അത്യാവശ്യം നോർമലി പോലെ എല്ലാ ആഹാരവും കഴിക്കുന്നുണ്ടായിരുന്നു, ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഡെലിവറി കഴിഞ്ഞതിന് ശേഷവും ഞാൻ അതുപോലത്തെ ആഹാരങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ ഫ്രൈ ഐറ്റംസ് അങ്ങനെയുള്ള എല്ലാ ആഹാരവും കഴിക്കുന്നുണ്ടായിരുന്നു, സാധാ ഫുഡും കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതേസമയം ഡെലിവറിക്ക് മുന്നേ അപ്പം ഞാൻ പ്രോപ്പർ ഡയറ്റെല്ലാം എടുത്ത് അപ്പം നോർമലി പോലെ ഇതുപോലെ ഷുഗർ കട്ട് ചെയ്ത് ജങ്ക് ഫുഡ് അങ്ങനെയുള്ള ആഹാരങ്ങളെല്ലാം കട്ട് ചെയ്ത് നോർമൽ, അതായത് നമ്മൾ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് നോർമലായിട്ട് ആവശ്യമുള്ള വെയിറ്റ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചതിന് ശേഷമാണ് പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പം അതൊക്കെ ആ ടൈമൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ എല്ലാ ഫുഡും കഴിക്കാം, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എല്ലാ ആഹാരങ്ങളും കഴിച്ചു. പിന്നെ ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു 3 മാസമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി നമുക്ക് ഇനി കുറച്ചുകൂടി ഹെൽത്തി ആഹാരങ്ങൾ കഴിച്ച് തുടങ്ങാം എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് അങ്ങനെ ഒന്ന് നോക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പം ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. കാരണം ഫീഡ് ചെയ്യുന്നതാണ്, അപ്പോൾ എന്തൊക്കെ ചെയ്താലും ബ്രസ്റ്റ് മിൽക്ക് കുറയാൻ പാടില്ല. പിന്നെ വെയിറ്റ് ലോസ്, അപ്പം ഞാൻ ആഹാരം മാത്രം ഒന്ന് കൺട്രോൾ ചെയ്യാമെന്നുള്ള ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് ചെയ്തത് ഷുഗർ ഞാൻ ടോട്ടലി കട്ട് ചെയ്തു. അതാണ് ഞാൻ ആദ്യം ചെയ്തത്. പിന്നെ ഫ്രൈ ഐറ്റംസ്, പുറത്തുനിന്നുള്ള ആഹാരങ്ങൾ, പിന്നെ ഞാൻ ചായ കോഫി നല്ല അഡിക്റ്റായിരുന്നു. ഞാൻ അതൊക്കെ നന്നായിട്ട് ചായ കുടിക്കുമായിരുന്നു, കോഫി കുടിക്കുമായിരുന്നു. അങ്ങനെയുള്ളതൊക്കെ ആയപ്പോൾ അതൊക്കെ ഞാൻ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എല്ലാ ആഹാരങ്ങളും കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പം നമ്മളൊരു 1.5 മാസമൊക്കെ കഴിഞ്ഞപ്പം, അതായത് ഡെലിവറി കഴിഞ്ഞ് 1.5 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വീട് വെച്ച് മാറി. അത് കഴിഞ്ഞപ്പം നമ്മൾ മാത്രമായി, കൊച്ചും നമ്മുടെ കയ്യിൽ മാത്രമായി. അപ്പോൾ അത് കഴിഞ്ഞപ്പം നമ്മുടെ മൊത്തത്തിൽ ലൈഫ് റുട്ടീനെല്ലാം മാറി. അപ്പോൾ കൊച്ചിനെ നമ്മൾ നോക്കുമ്പം അതിൻ്റെ ഫസ്റ്റ് നമ്മൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ നമുക്ക് കുറച്ച് പാടായിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ നമ്മുടെ രണ്ടുപേരുടെ മാറി. അപ്പോൾ അത് കഴിഞ്ഞപ്പം പിന്നെ പതുക്കെ കൊച്ചിൻ്റെ റൊട്ടീനൊക്കെ ഒന്ന് മനസ്സിലാക്കി തുടങ്ങി. അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ നമ്മൾ പിന്നെയും ഫുഡൊക്കെ കറക്റ്റ് ടൈമിലൊക്കെ ആയതും അങ്ങനെ. അപ്പം പിന്നെ ഓക്കെ, നമുക്ക് ഡയറ്റും കൂടി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതൊക്കെ ആയി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കറക്റ്റ് ടൈമിൽ ആദ്യം ആഹാരം കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും മിഡ് ടൈം ആണെങ്കിലും ഞാൻ നേരത്തെ മിഡ് ടൈം എല്ലാം ഞാൻ സ്കിപ്പ് ചെയ്യുമായിരുന്നു. നൈറ്റ് ഞാൻ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കത്തേ ഇല്ലായിരുന്നു. അതൊക്കെ ഞാൻ ഒരു 10 മണി ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതെല്ലാം മാറി കറക്റ്റ് ടൈമിൽ ഞാൻ ഫുഡ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ അതാണ് ഞാൻ ആദ്യം ചെയ്ത ചേഞ്ച്. പിന്നെ ഷുഗർ കട്ട് ചെയ്യുക, ഫ്രൈ ഐറ്റംസ്, ഓയിലി ഐറ്റംസ്, ജങ്ക് ഫുഡ്, പുറത്തുനിന്നുള്ള ആഹാരം അങ്ങനെയുള്ളതൊക്കെ കട്ട് ചെയ്തത്. അപ്പം പിന്നെ പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടി. അപ്പം നമ്മൾ പിന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ഇപ്പോൾ യൂട്യൂബിൽ കണ്ട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവരും അല്ലാതെയൊക്കെ എടുക്കുന്നവരും പിന്നെ പട്ടിണി കിടന്ന് വെയിറ്റ് ലോസ് ചെയ്യുന്നത് അതെല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ വെയിറ്റ് ലോസ് അവർക്ക് ഡയറ്റ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, പിന്നെ എന്തെങ്കിലും ചെക്കപ്പ് ചെയ്യാനുള്ളതൊക്കെ ആണെങ്കിൽ അത്, പിന്നെ ചിലർക്ക് തൈറോയ്ഡ് കാണും, പിന്നെ ചിലർക്ക് യൂറിക് ആസിഡ് കൂടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം കുറേ പേരൊക്കെ പറയും പ്രോട്ടീൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ചെയ്യാമെന്ന്. അത് ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചാണ്, എല്ലാവർക്കും ഒരുപോലത്തെ ഡയറ്റ് ആയിരിക്കില്ല. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പിന്നെ ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ട് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. ഞാൻ ഓരോ ദിവസം കഴിക്കുന്ന ആഹാരം, അപ്പം അതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഒരു നേരവും സ്കിപ്പ് ചെയ്യുന്നില്ല. കറക്റ്റ് നോർമലി പോലുള്ള എല്ലാ ആഹാരങ്ങളാണ്, എല്ലാ ഫുഡും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരുന്നു. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ അതുപോലെ നോൺ വെജ്, പിന്നെ എല്ലാ ദിവസവും എഗ്ഗ്, പിന്നെ പാൽ, അങ്ങനെയുള്ള. പിന്നെ പാൽ എല്ലാവർക്കും ഓക്കെ ആവണമെന്നില്ല. ചിലർ പറയും കഫക്കെട്ടാണ്, ചിലർക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും, അങ്ങനെ പാൽ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, അങ്ങനെയുള്ളതുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ഒരാൾക്ക് ഡയറ്റ് പ്രിഫർ ചെയ്യുമ്പം അവരുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളും കൂടി നോക്കുക. ചിലർക്ക് അലർജിക്കായിട്ടുള്ള ആഹാരങ്ങളുണ്ടാവും, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്.
അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഒരാൾക്ക് ഡയറ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, ഇന്നതാണ് വെയിറ്റ് ലോസ് ചെയ്യേണ്ടതെന്നുള്ളപ്പം നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അവരുടെ എന്താണോ കണ്ടീഷൻ അതനുസരിച്ചും കൂടി അതായത് നമുക്കിപ്പോൾ ഒരു ക്ലയൻറ്റ് വരുമ്പോൾ പേഷ്യൻറ്റ് വരുമ്പോൾ അവരുടെ ആദ്യം നമ്മൾ ഫുഡ് ഇൻടേക്ക് അവരുടെ ഇതും കൂടി നമ്മൾ നോക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇത് വെയിറ്റ് ലോസിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും ഇപ്പോൾ തെറാപ്പൂട്ടിക് ഡയറ്റ് ആണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ സൈഡിൽ നിന്നുള്ളതും കൂടി കേട്ടിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ചിലർക്ക് നമുക്ക് വരുന്ന പേഷ്യൻസിൽ ചിലർ വർക്കിംഗ് ആയതുകൊണ്ട് അവർ പുറത്തുനിന്ന് മാത്രമായിരിക്കും ആഹാരം കഴിക്കുന്നത്. അങ്ങനെ ഉള്ളവർക്ക് അതിനനുസരിച്ചുള്ള ഫുഡും ഡയറ്റ് പ്ലാനും ഒക്കെ ആയിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഉണ്ടാവും. പിന്നെ ഞാനിപ്പം ഏകദേശം ഒരാഴ്ചയായിട്ട് എൻ്റെ ഫുഡിൻ്റെ രീതി എല്ലാം മാറിയിട്ടുണ്ട്. അപ്പം ഡയറ്റ് കാര്യങ്ങളൊക്കെ ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് വീക്ക് ഞാൻ ഇപ്പം ജോലിക്ക് റീജോയിൻ ചെയ്ത് അപ്പോൾ ആ ടൈമൊക്കെ ആയപ്പോൾ എൻ്റെ എല്ലാ റുട്ടീനും മാറി. എൻ്റെ അതായത് ഉറക്കം, ഫുഡിൻ്റെ രീതികൾ, പിന്നെ എല്ലാ കാര്യങ്ങളും വ്യത്യാസം വന്നു. അപ്പം ഞാൻ ഇപ്പോൾ ഉച്ചവരെ പോകുന്നുള്ളൂ. അപ്പം പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ എനിക്ക് അത്യാവശ്യം ലോങ്ങാണ്. ഇപ്പോൾ നമ്മൾ വീട് മാറിയെടുത്തുനിന്ന് ലോങ്ങാണ്. അപ്പം പോയി വരുന്നതിൻ്റെ ഇത് അപ്പോൾ ഞാൻ ഇപ്പോൾ ലഞ്ച് കഴിക്കാനൊക്കെ ഏകദേശം 3 മണിയുടെ അടുത്താവും. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ആഴ്ചയായിട്ട് പിന്നെ അതുപോലെ എല്ലാ ഡയറ്റിൻ്റെയും ഞാൻ എല്ലാ ഫുഡിൻ്റെയും എടുക്കുന്ന മീൽസിൻ്റെ ഒന്നും ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ കാര്യങ്ങൾ അതായത് ഞാൻ ഇത്രയും നാളും വന്നുകൊണ്ടിരുന്ന റൊട്ടീനിൽ നിന്ന് മൊത്തത്തിൽ ചേഞ്ച് വന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യമൊക്കെ ആയപ്പം ഞാനും മൊത്തത്തിൽ ഇത് ആണ്. കാരണം പിന്നെ ഞാൻ അതിനനുസരിച്ചുള്ള ഡയറ്റ് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. കാരണം എന്തായാലും എനിക്കറിയാം ഇന്ന ടൈമിലാണ് ഞാൻ അതായത് നമുക്കിവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന ടൈമിങ്, പിന്നെ തിരിച്ച് വരാൻ പറ്റുന്ന ടൈമിങ്, അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ പിന്നെ അടുത്തൊരു ഡയറ്റ് പ്ലാൻ എനിക്ക് വേണ്ടി തന്നെ സെറ്റ് ചെയ്ത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2 ദിവസമായിട്ടാണ് ഞാൻ അതനുസരിച്ച് ഫോളോ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് വീക്ക് ഞാൻ എന്തായാലും കുറച്ച് ഇതായിരുന്നു. കാരണം ഞാൻ പോയിട്ട് വരുമ്പോൾ നല്ല ടയേർഡായിരുന്നു. അപ്പം ഞാൻ ഉച്ചയ്ക്കാണ് വരുന്നത്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഭയങ്കര വിശപ്പും ഭയങ്കര വെപ്രാളവും അങ്ങനെയൊക്കെ ആയിട്ട് ഉച്ച സമയത്ത് നമ്മൾ കയറി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അപ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ മിഡ് ടൈം കഴിക്കുന്നതും എല്ലാ കാര്യങ്ങളും അതായത് എൻ്റെ റൊട്ടീനിൽ നിന്ന് ഞാൻ മാറി. അപ്പോൾ ആ റൊട്ടീനിലോട്ട് തിരിച്ച് വരുമ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനനുസരിച്ച് ഇപ്പോൾ സെറ്റ് ചെയ്ത് ഏകദേശം ഓക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ അപ്പം നമുക്ക് ഇപ്പം അതുപോലെ തന്നെ ഡയറ്റ് എടുക്കുമ്പം വെയിറ്റ് ലോസ് ആണെങ്കിലും നമുക്ക് ഒരു മാസത്തിൽ ഒരു മീൽ ചീറ്റ് മീലൊക്കെ ആക്കാം. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടമുള്ള ആഹാരം നമ്മൾ കഴിക്കാൻ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ചീറ്റ് മീൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ വെയിറ്റ് ലോസ് കൊണ്ട് വലിയ ഉപകാരമൊന്നും വരാതിരിക്കുന്നത്. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഒരിക്കലും ഒരു മീൽ സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ സ്പ്ലിറ്റ് മീലായിട്ട് എടുക്കാൻ നോക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി കഴിക്കുന്ന പോലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിന് മാത്രമല്ലാതെ മിഡ് ടൈമും ഈവനിങ് ടൈമും എല്ലാം ഒന്ന് ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ശ്രമിക്കണം. അത് തന്നെയാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ കാലറി കുറഞ്ഞ ആഹാരങ്ങൾ കഴിക്കാൻ നോക്കുക. പിന്നെ അതും ഇപ്പോൾ പ്രോട്ടീൻ കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കുക. അത് ഓരോരുത്തരുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും. അപ്പം ഇപ്പം ഇനിയിപ്പം ഇന്ന് തൊട്ട് ഈ ആഴ്ച തൊട്ട് ഞാൻ യോഗയും കൂടി സ്റ്റാർട്ട് ചെയ്താലോ എന്നും കൂടി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ യോഗയുടെ ക്ലാസ്സിനും കൂടി ജോയിൻ ചെയ്താലോ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. കാരണം എനിക്ക് പ്രോപ്പറായിട്ട് എക്സസൈസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ കുറച്ച് ടൈം യോഗയിലോട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ചുകൂടി മൈൻഡ് റിലാക്സ് ആവും, നമുക്ക് കുറച്ചുകൂടി മെൻ്റലി നമ്മൾ ഹെൽത്ത് ഓക്കെ ആവും, അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പം ഞാൻ അതും കൂടി ഒന്ന് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം യോഗ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ സൗഖ്യയിലാണ് ഞാൻ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിന് തന്നെയാണ് ഫൗണ്ടർ ഡോക്ടർ ശിശിര. അപ്പം ഞാനിങ്ങനെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ യോഗ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ച് PCOD, തൈറോയ്ഡ് അങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം നോക്കിയിട്ട് അവരുടെ മെഡിക്കൽ കണ്ടീഷനും കൂടി അനുസരിച്ചായിരിക്കും നമുക്കുള്ള യോഗ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻസ്റ്റാ പേജ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ കോൺടാക്ട് ഡീറ്റെയിൽസും കൂടി ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അപ്പം ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പേജായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 31 ആണ്. അപ്പം ഞാനും അന്ന് തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എൻക്വയറീസോ പിന്നെ ഡൗട്ട്സോ പിന്നെ തെറാപ്പൂട്ടിക് ഡയറ്റ് പ്ലാൻസ്, ഡയറ്റ് ചാർട്ട് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം കൺസൾട്ടേഷൻ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജ് ഇവിടെ മെൻഷൻ ചെയ്യാം. അതിലോട്ടാണെങ്കിലും കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ.